പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, വാരഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ചർച്ച ചെയ്യുന്നു മിഥുനം രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. 1199 ഇടവമാസം 23-ാം തീയതി മുതൽ 31-ാം തീയതി വരെ, അതായത് 2024 ജൂൺ 6 മുതൽ 2024 ജൂൺ 14 വരെയുള്ള 8 ദിവസങ്ങൾ, വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. മിഥുനം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഒരു ഗ്രഹവുമില്ല. 2-ൽ മാന്തി, 4-ൽ കേതു, 9-ൽ ശനി, 10-ൽ രാഹു, 11-ൽ ചൊവ്വ, 12-ാം ഭാവത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ഗുരു, ശുക്രൻ, പഞ്ചഗ്രഹങ്ങളും 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. പ്രായേണ ഈ മിഥുനൻ രാശി എന്നൊരു ശൂന്യമായ രാശിയാണ്. ഈ വാരം പല കാര്യങ്ങൾക്കും ഒരു ശൂന്യത സൃഷ്ടിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാം. ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നും. അതുകൊണ്ട് ഈ വാരം കുറെ കൂടി പ്രാർത്ഥന നിർഭരമാക്കാൻ ശ്രമിക്കുക. ഇവിടെ കർമാധിപനായ ഗ്രഹവും 12-ൽ നിൽക്കുന്നു വ്യാഴം. അതുകൊണ്ട് ഈ വാരം കർമ്മമേഖലയിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും വരുവാനില്ല. വൈവാഹിക ജീവിതത്തിലും ആ ഒരു അവസ്ഥ കാണുന്നു. വീട്ടിൽ ഭാര്യ കാരണം കുടുംബത്തിൽ ചില പ്രയാസങ്ങളുണ്ടായി. മാതാപിതാക്കളുടെ ഇച്ചിരി മുഷിച്ചലിന് പാത്രമാകുന്ന വാരമാകുന്നു. അതുകൊണ്ട് ദാമ്പത്യം, ഭാര്യ, മാതാപിതാക്കൾ ഇതൊക്കെ തുലനം ചെയ്ത് ഉചിതങ്ങളായ യുക്തങ്ങളായ തീരുമാനങ്ങൾ എടുക്കുക. ആരെയും വെറുപ്പിക്കാതിരിക്കുക. അങ്ങനെയുള്ളൊരു പ്രതിസന്ധി, ചില മുഷിച്ചലിന് പാത്രി മുഷിച്ചലിലേക്ക് എത്തിച്ചേരുക, ഭാര്യ പിണങ്ങി അവരുടെ വീട്ടിലേക്ക് പോവുക, ഇങ്ങനെയുള്ളൊരു അവസ്ഥകളൊക്കെ സംജാതമാകും. താൻ ത്രിശങ്കുവിൽ നിൽക്കുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് വളരെ ടാക്ട്ഫുള്ളായിട്ട് ഈ വാരത്തെ ചിരിച്ച് കളിച്ച് എന്ത് ചെയ്യുക, നേരിടുക. അല്ലാതെ മസിൽ പിടിച്ച് നമ്മളും വഴക്കിൻ്റെ ഒരു ഭാഗമാകാതിരിക്കുക. ഇവിടെ 11-ൽ നിൽക്കുന്ന ചൊവ്വ ഭൂമിലാഭത്തെയൊക്കെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വാരം എന്തെങ്കിലും ഭൂമി സംബന്ധമായ ചർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടുത്ത വാരത്തേക്ക് വെക്കുക. അതുവരെ അതിനെ ശ്രദ്ധാപൂർവം നേരിടുക. 10-ലെ രാഹു ചില അന്യമതസ്ഥരുമായുള്ള സൗഹൃദങ്ങൾക്കോ ചില യാത്രകളിൽ അന്യമതസ്ഥരുടെ സഹായമോ ലഭിക്കാവുന്ന വാരമാകുന്നു. 12-ലെ ബുധൻ നിങ്ങൾക്കൊരു തരത്തിലും ഒരു റാഷ് പ്രോമിസസ്, അനാവശ്യമായ വാഗ്ദാനങ്ങൾ ആർക്കും നൽകി അത് അവസാനം ഒരു ക്ലേശത്തിലേക്ക്, തെറ്റിദ്ധാരണയിലേക്ക്, ശത്രുതയിലേക്ക് നയിക്കുന്ന ഒരവസ്ഥ സംജാതമാക്കുന്ന വാരമാണ്. അതുകൊണ്ട് വളരെ ട്രാൻസ്പെറൻസി തൻ്റെ എല്ലാ വിഷയങ്ങളിലും കാത്തു സൂക്ഷിക്കേണ്ടുന്ന വാരമാകുന്നു. ഒരു വിവാദവും ഞാൻ കാരണം ഉണ്ടാകില്ല എന്ന ഒരു മുൻധാരണയോടുകൂടി മാത്രം ഈ വാരത്തിൽ നിങ്ങൾ ജനങ്ങളുമായി ഇടപഴകുക. അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ പ്രവചനാതീതമായിരിക്കാം. ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മിത്രബാന്ധവാഹ ബന്ധനം ചെയ്വ ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മരണം ധ്രുവം എന്നാണ് സുഭാഷിതകാരൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാവാകുന്നു നമ്മുടെ ഐശ്വര്യം. നമ്മളെ ബന്ധുക്കൾ നമ്മളെ നാവാകുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളുടെ നാവാകുന്നു. നമ്മളെ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ നാവാകുന്നു. നമ്മുടെ മരണം പോലും നമ്മുടെ നാവിലൂടെയാണെന്ന് അവിടെ സുഭാഷിതകാരൻ പറയുന്നു. അതുകൊണ്ട് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ശ്രദ്ധിക്കുക. ഇവിടെ പ്രധാനമായും പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ലഗ്നാധിപനായ ബുധൻ 12-ലാണ്. അതേ രീതിയിൽ കർമ്മപതിയായ വ്യാഴം 12-ലാണ്. നരസിംഹക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ വ്യാഴാഴ്ചകളിൽ പാനകം, തുളസിമാല വഴിപാടായി ചെയ്യുക. ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും ക്ലേശങ്ങൾക്കും വളരെയധികം പരിഹാരമാകുന്നു പാനകം എന്ന വഴിപാട്. കേരളത്തിലെ എല്ലാ നരസിംഹക്ഷേത്രങ്ങളിലും പാനകം വഴിപാടായി സമർപ്പിക്കാറുണ്ട്. സുദർശന പുഷ്പാഞ്ജലിയും തുളസിമാലയും ഭഗവാനെ വ്യാഴാഴ്ചകളിൽ ഒരാഴ്ച ചെയ്യുക. വലിയ ക്ലേശങ്ങളൊക്കെ ഇല്ലാതെ ഈ വാരം അങ്ങനെ നീങ്ങിപ്പോകട്ടെ. വിഷ്ണുവിനെ ഭജിക്കുക. ഹരേർ നാമയേവ 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 കേവലം. ഈ കലിയുഗത്തിൽ വിഷ്ണു എന്ന ഒരു പേര് മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ശാശ്വതമായ പരിഹാരം. പിന്നെ നല്ല ദിനങ്ങൾ മിഥുനം രാശിക്കാർക്ക് 7-ാം തീയതി വെള്ളിയാഴ്ച, മകേരം നക്ഷത്രം, കർത്തപക്ഷത്തിലെ പ്രഥമയാണെങ്കിലും സാമ്പത്തികമായ വിഷയത്തിൽ ഇടപെടേണ്ട, മറ്റ് വിഷയത്തിലൊക്കെ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്.
9-ാം തീയതി ഞായറാഴ്ച പുണർന്ന നക്ഷത്രം വളരെ അനുകൂലമായ ദിവസമാണ്. 10-ാം തീയതി തിങ്കളാഴ്ച പൂയം നക്ഷത്രം 4:20 വൈകിട്ട് 4:20 മുതലുള്ള സമയം അനുകൂലമാണ്. പിന്നീട് 12-ാം തീയതി ബുധനാഴ്ച മകൻ നക്ഷത്രം ഏറ്റവും അനുകൂലമായ ദിവസമാണ്. 13-ാം തീയതി പൂരം നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. വ്യാഴാഴ്ച അതേ രീതിയിൽ 14-ാം തീയതി വെള്ളിയാഴ്ച സംക്രമമാകയാൽ ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. എല്ലാ പ്രിയപ്പെട്ട മിഥുന രാശിക്കാർക്കും ഒരു സുശോഭനമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.